നമസ്കാരം. നാണം കെട്ട് നിന്നിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടി പറയുന്നത് ഇറാൻ വെടിവെച്ചിട്ട ഞങ്ങളുടെ വിമാനത്തിലെ ആ വൈമാനികനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്നാണ്. അദ്ദേഹം വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഒരു വൈമാനികന്റെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെ ജീവനോടെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ ഞങ്ങൾ വിന്യസിച്ചു. അങ്ങനെയാണ് മലനിരകൾക്കിടയിൽ ഒളിച്ചിരുന്ന വൈമാനികനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമാകും. അദ്ദേഹം സുഖമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 48 മണിക്കൂർ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് സമയം തരികയാണ്. ഒന്നുകിൽ അമേരിക്കയുമായി ഒരു കരാറിലെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക. അത് നിങ്ങൾ ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇറാനിൽ ഞങ്ങൾ നരകം സൃഷ്ടിക്കും എന്നുകൂടെ ട്രംപ് പറയുകയാണ്. എന്തായാലും അത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സർപ്രൈസ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് 48 മണിക്കൂർ സമയമൊന്നുമില്ല, അത് വരും മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഗൾഫ് മേഖലയിൽ ഉടനീളം നിങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ ഉടനീളം ഞങ്ങൾ നരകം സൃഷ്ടിക്കും എന്നുകൂടെ ഇറാൻ പറയുകയാണ്. എന്തായാലും വൈമാനികന്റെ ജീവൻ രക്ഷപ്പെടുത്തി എന്ന് അമേരിക്ക പറയുമ്പോൾ അമേരിക്കക്ക് നഷ്ടം എത്രയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. നേരത്തെ ചറവറ ഇവിടെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട 2 ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടു. ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വൈമാനികനെ രക്ഷപ്പെടുത്താൻ വന്നതിന്റെ ഭാഗമായും ട്രംപ് വളരെയധികം അഭിമാനത്തോടു കൂടി വൈമാനികനെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോഴും അമേരിക്കക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് നിരവധി ഹെലികോപ്റ്ററുകൾ ഈ രക്ഷാ ദൗത്യം ഏറ്റെടുത്ത സമയത്ത് ഈ ദൗത്യവുമായി എത്തിയ ഹെലികോപ്റ്ററുകൾ ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. മാത്രമല്ല വളരെയധികം ശക്തമായ വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അത് സമ്മതിക്കുന്നുണ്ട്. വളരെയധികം നീണ്ടുനിന്ന ഒരു പ്രത്യാക്രമണം ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ വൈമാനികരെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഈ വൈമാനികരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്കക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്താണ് എന്ന കാര്യം ട്രംപ് മറച്ചു വെക്കുകയാണ്. സൈനികരെ എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന 2 വിമാനങ്ങൾ, ഈ വിമാനങ്ങളിൽ ഒന്ന് ഇറാൻ തകർത്തിട്ടുണ്ട്. മറ്റൊരു വിമാനം അമേരിക്ക ഇറാനിൽ തന്നെ ഉപേക്ഷിച്ച് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായി അമേരിക്ക തന്നെ ആ വിമാനം തകർത്തു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് അഫ്ഗാനിൽ നിന്ന് അമേരിക്ക എങ്ങനെയാണോ ഓടിപ്പോകുന്നത്, എങ്ങനെയാണോ അമേരിക്കയെ കെട്ടുകെട്ടിച്ചത്, അത്തരത്തിലൊരു സാഹചര്യം ഇറാനിലും ഉണ്ടായി. ഇറാനുമായി നേരിട്ട് നടന്ന ഏറ്റുമുട്ടലിൽ അമേരിക്ക കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും കരയുദ്ധത്തിന് ശ്രമം നടത്തുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കരയുദ്ധത്തിന് ഇറങ്ങിയാൽ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ട്രailer ഇപ്പോൾ നടന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധവിമാനങ്ങൾ വീണ്ടും ഇവിടെ ഇറാൻ തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ഓളം ഹെലികോപ്റ്ററുകൾ തകർത്തിട്ടുണ്ട്. അതുപോലെ സൈനികരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ച വിമാനങ്ങൾ തകർത്തിട്ടുണ്ട്. സൈനികർക്കും ഇവിടെ പരിക്കുകൾ പറ്റിയെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ എത്രമാത്രം പരിക്കുകളുണ്ട്, എത്രമാത്രം നഷ്ടങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരും. അത് ഇറാൻ തന്നെ പുറത്തുവിടേണ്ടതുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ അത്ര പെട്ടെന്നൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഇപ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് ആ വൈമാനികനെ രക്ഷപ്പെടുത്തി എന്നാണ്. എന്തായാലും വൈമാനികനെ രക്ഷപ്പെട്ടതിന്റെ ഭാഗമായി അമേരിക്കക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവങ്ങളാണ്, വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നഷ്ടമായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അമേരിക്കയുടെ നിരവധി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ട സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പുതിയ എയർ ഡിഫൻസ് സംവിധാനം അത് സക്സസ് ആണ്, അത് വിജയിച്ചിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് അത്തരത്തിലൊരു സംവിധാനം ഞങ്ങൾ കൊണ്ടുവന്നത്, പൂർണ്ണമായും അത് വിജയിച്ചിരിക്കുന്നു എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്തായാലും വരും ദിവസങ്ങൾ ഈ പുതിയ എയർ ഡിഫൻസ് സിസ്റ്റമാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുന്നത് എങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടികൾ അമേരിക്കക്കും ഇസ്രായേലിനും എതിരെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ മാത്രം 5ഓളം എയർക്രാഫ്റ്റുകൾ ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടുണ്ട്.
അത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ സൈനികരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇവിടെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വൈമാനികനെ ജീവനോടുകൂടെ രക്ഷപ്പെടുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നാണം കെട്ട് നിൽക്കുന്ന ട്രംപ് വളരെയധികം അഭിമാനത്തോടുകൂടി ഒരു വൈമാനികരെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താനായി എന്ന വാർത്ത കൊട്ടിഘോഷിക്കുന്നത്. എന്തായാലും നഷ്ടങ്ങളുടെ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.